എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബർഗറാണ്. ചിക്കൻ സിംഗർ ബർഗറാണ്. കുട്ടികളുടെ എല്ലാം ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബർഗറാണിത്. ചിക്കൻ്റെ ഫില്ലറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പിയാണ് ചിക്കൻ്റെ പുറം ഭാഗം, ഉള്ളുവശം നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബർഗറാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ബർഗറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. KFC ചിക്കൻ സ്റ്റൈലിൽ പുറത്തൊക്കെ നല്ല ഫ്ലേക്സ് ആയിട്ടുള്ള ബർഗറാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് ബർഗർ ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ തൈ വെച്ചിട്ട് ഉണ്ടാക്കാം. ചിക്കൻ്റെ തൈ വെച്ചുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ജ്യൂസി ആയിട്ട് കിട്ടും ആ ചിക്കൻ്റെ ബർഗർ. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ആ ചിക്കൻ്റെ തൈയുടെ ഉള്ളിലുള്ള എല്ലെടുത്ത് മാറ്റിയ ശേഷം വേണം അതുണ്ടാക്കാനായിട്ട്. ചിക്കൻ ബ്രസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് ചിക്കൻ ബ്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് ഇറച്ചി കിട്ടും. അങ്ങനെ ഒരു 3 പീസാക്കി കട്ട് ചെയ്യുകയാണ് ഓരോ ചിക്കൻ ബ്രസ്റ്റും. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് 1/4 ടീസ്പൂൺ, അത് ഒണിയൻ പൗഡറാണ് 1/2 ടീസ്പൂൺ, ഗാർലിക് പൗഡർ 1/2 ടീസ്പൂൺ, മസ്റ്റേർഡ് പേസ്റ്റാണ്, അത് നമുക്ക് കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് 1 ടീസ്പൂൺ. അതില്ലെങ്കിൽ കടുകിൻ്റെ പൊടിയാണെങ്കിലും ചേർത്താൽ മതി. വിനാഗിരി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇത് മിക്സഡ് ഹെർബ്സ് ആണ്, അത് 1/2 ടീസ്പൂൺ. അതെല്ലാം പാഴ്സലി ഒറിഗാനോ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കൊരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് അതാണത്. പിന്നെ ഇത് വോയിസ്റൈൻ സോസാണ്, അത് 1 ടീസ്പൂൺ. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇടാം. ഞാൻ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ശേഷം മസാലയിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ അത് നല്ലതുപോലെ ജ്യൂസി ആയിട്ട് കിട്ടും ചിക്കൻ. അല്ലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമ്മളത് വറക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്തു. ഉപ്പ് 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഇതാ മിക്സഡ് ഹെർബ്സാണ്, അതൊരു 1/4 ടീസ്പൂൺ, പാപ്രിക്ക പൗഡർ 1/2 ടീസ്പൂൺ, അജിനോമോട്ടോ ഓപ്ഷനിലാണ്, അത് 1/4 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. മുളക് പൊടി അധികം ചേർക്കരുത്. മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ ചിക്കൻ ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആയി പോവും. നമുക്ക് ചിക്കൻ ആ പൊടിയിലേക്ക് ഇട്ട് നല്ലതുപോലെ കോട്ട് ചെയ്യണം. ഒത്തിരി ബലത്തിൽ പ്രസ് ചെയ്യരുത്. പക്ഷെ എന്നാലും ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും പൊടി വന്ന രീതിയിൽ നല്ലതുപോലെ പ്രസ് ചെയ്യുകയും ചെയ്യണം. ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്. അത് മുമ്പോട്ടും പുറകോട്ടും ലെഫ്റ്റ് റൈറ്റും അങ്ങനെ ആ ചിക്കൻ പൊടിയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോഴാണ് ആ പൊടി അതിലേക്ക് ആ ചിക്കനിൽ പൊടി നല്ലതുപോലെ കോട്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇത് കണ്ട ആ ഫ്ലേക്സ് പോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ശരിക്കും ഫ്ലേക്സ് വന്നിട്ടുണ്ട് ചിക്കനിൽ. അപ്പോൾ ആ പൊടിയിൽ നമ്മൾ എത്രമാത്രം പൊടിയിൽ മുക്കി നമ്മൾ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമോ അതിനനുസരിച്ച് ഫ്ലേക്സ് വരും. അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ആ പൊടിയിലിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഇത് തണുത്ത വെള്ളമാണ്. ഒരു ബൗളിലേക്ക് ഞാൻ നല്ല തണുത്ത ഐസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഐസ് വാട്ടറിലേക്ക് ഒരു 30 സെക്കൻഡ് ചിക്കൻ ഒന്ന് മുക്കി വയ്ക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ അതിൽ നിന്ന് ആ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും പൊടിയിലേക്ക് ഇടണം. വീണ്ടും പൊടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ ആ പൊടി എല്ലാ ഭാഗത്തേക്കും പ്രസ് ചെയ്ത് വയ്ക്കണം ചിക്കൻ. അത് 1 മിനിറ്റ് അങ്ങനെ ചെയ്യണം. ഏകദേശം നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന രീതിയിൽ മുമ്പോട്ടും പുറകോട്ടും അങ്ങനെയാണ് ആ കുഴയ്ക്കുന്ന രീതിയിലാണ് ചെയ്യണം.
ബലം പ്രയോഗിക്കരുത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കണ്ട നല്ല ഫ്ലേക്സ് വരും. ബാക്കിയുള്ള പൊടിയെല്ലാം നമ്മൾ കൈ കൊണ്ട് കുടഞ്ഞ് കളയണം, അപ്പോൾ ബാക്കിയുള്ള പൊടിയെല്ലാം പോവും. അപ്പോൾ നല്ലതുപോലെ ഫ്ലേക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിലേക്ക് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കാം. 3 മിനിറ്റ് ഒരു സൈഡ് 3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മറിച്ചിട്ടു. അപ്പോൾ കണ്ട നല്ലതുപോലെ ഫ്ലേക്സ് ചിക്കനിൽ വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെക്കാവുള്ളൂ, തീ കൂട്ടി വെക്കരുത്. ഞാൻ ഈ വശവും 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിച്ചിട്ടു. ഇനി ഒരു 30 സെക്കൻഡ് ഒരു സൈഡ് മറ്റേ സൈഡും അതുപോലെ തന്നെ ഈ സൈഡ് ഒരു 30 സെക്കൻഡ് വീതം കൂടി ഇടണം. അപ്പോൾ അങ്ങനെ ടോട്ടൽ 7 മിനിറ്റ് മതി നമ്മൾ ഈ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല ഫ്ലേക്സ് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറാണ് കിട്ടിയിരിക്കുന്നത്. മുളക് പൊടി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡാർക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കാവുള്ളൂ. ഇതാ പൊടിയിൽ, നമ്മളെ മൈദ പൊടിയിലാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർക്കേണ്ടത്. ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ചിക്കൻ ഇതേപോലെ തന്നെ പൊടിയിൽ മുക്കി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, പുറം നല്ല ക്രിസ്പിയാണ്, നല്ലപോലെ ഫ്ലേക്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്തു. രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ചിക്കൻ്റെ പുറംവശം നല്ല ക്രിസ്പി, അകത്ത് നല്ല ജ്യൂസിയാണ്. കറക്റ്റ് 7 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നല്ലതുപോലെ അത് ഫ്രൈ ആയി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി നമുക്കൊരു ബർഗർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലൈസിൽ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച സോസ് ചേർക്കുക. അപ്പോൾ ഇതേപോലെ മിക്സ് ആയിട്ടുള്ള സോസ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മയോണൈസ് മാത്രം മതിയെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് മാത്രം മതിയെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഒരു ലെറ്റ്യൂസിൻ്റെ ഇലയാണ്, ഒരു ടൊമാറ്റോ, പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സോസ് വെച്ചു. ചീസ് വേണമെങ്കിൽ വെക്കാം, ഞാനിപ്പോൾ ചീസ് വെക്കുന്നില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് ബണ്ണിൻ്റെ മറ്റേ പീസും കൂടെ വെച്ചിട്ട് സിംഗിൾ ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം.